നൗഷാദിൻ്റെ നിരാകാര സമരത്തിൽ പങ്കെടുക്കാനായിട്ട് ചാലക്കുടി നഗരസഭ ഉപാധ്യക്ഷ ആലി ഷിബു ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ ചാലക്കുടി സബ് ഓഫീസിൻ്റെ താഴെ നടക്കുന്ന ഈ നിരാകാര സമരം എന്തിനു വേണ്ടിയാണ് ഈ സമരം എന്ന് ഉള്ള കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ചാലക്കുടി NFS കോഡോണിൽ നിന്ന് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് അനുസരിച്ച് സപ്ലൈ ഓഫീസിൽ നിന്ന് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ 5-ാം തീയതി ലിസ്റ്റ് കൊടുക്കുകയും 10 ദിവസത്തിനുള്ളിൽ കരാറുകാരൻ എല്ലാ റേഷൻ കടയിലും റേഷൻ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്നാണ് ഫുഡ് സെക്യൂരിറ്റി ഭക്ഷ്യസുരക്ഷ നിയമം പറയുന്നത്. ജനുവരി മാസം 31-ാം തീയതി ആയിട്ട് 17 റേഷൻ കടയ്ക്ക് അരി കൊടുത്തില്ല. താൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയായതുകൊണ്ട് തന്നെ എൻ്റെ സമൂഹം എന്തുകൊണ്ട് ആ കടയിലേക്ക് മാത്രം, അവിടെ 12 കടയുണ്ട് ആ പഞ്ചായത്തിൽ, അതിൽ ഈ ഒരു കടയ്ക്ക് മാത്രം കൊടുക്കാതെ അവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കളി കളിച്ചു. അത് സത്യത്തിൽ നൗഷാദിന് മനസ്സിലായി. അപ്പം നൗഷാദ് തൻ്റെ ഉത്തരവാദിത്വം ഇതാണ്, ഞാൻ ചെയ്യുന്ന നിരാകാരം. നമുക്കറിയാം, നമ്മുടെ മുൻഗാമികൾ, ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം വാങ്ങി തന്നിട്ടുള്ള മുൻഗാമികൾ നടത്തിയിട്ടുള്ള സമരങ്ങളുടെ ഭാഗമായിട്ടാണ് നൗഷാദ് ഇന്ന് കൂടെ വന്നിരിക്കുന്നത്. അപ്പൊ നൗഷാദിന് ഈ സന്ദർഭത്തിൽ തൻ്റെ ചാലക്കുടി നഗരസഭയുടെ ഉപാധ്യക്ഷ, നമുക്കറിയാം, ജനകീയപരമായിട്ടും സാമൂഹ്യപരമായിട്ടും സാംസ്കാരികപരമായിട്ടും എല്ലാ രംഗത്തും സജീവമായിട്ട് സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരി ശ്രീ ആലി ഷിബുവിനെ ഞാൻ ഈ ആശംസ നേരുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ഏവർക്കും പ്രിയപ്പെട്ട പോൾ പാറയിൽ അവർ ഇന്നിവിടെ സമരമുഖത്തിരുന്ന പ്രിയപ്പെട്ട നൗഷാദ് ചേട്ടൻ, പ്രിയപ്പെട്ട പങ്കജ ചേട്ടൻ, പ്രിയപ്പെട്ട റേഷൻ വ്യാപാരി സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, കുറച്ച് നാളുകളായി സാധാരണ ജനങ്ങള് വളരെയധികം വിഷമത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. റേഷൻ കടയുമായി ബന്ധപ്പെട്ട് ഒരുപിടി ആളുകൾ ദൈനംദിനം എന്നോണം റേഷൻ കടകളിൽ ചെല്ലുന്നു. സാധാരണ ജനങ്ങൾക്ക് ഒരു രാഷ്ട്രീയം വെച്ചുകൊണ്ടല്ല, അവർക്ക് കിട്ടേണ്ട റേഷൻ സാധനങ്ങൾ കൃത്യമായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും അവിടെ MLA-മാരടക്കമുള്ള ഉദ്യോഗസ്ഥരോട് കർക്കശമായിട്ട് കാര്യങ്ങൾ പറയാറുണ്ട്. അതിൽ പലപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു റിസൾട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് അതിൽ നിന്നുള്ള ഒരു റിസൾട്ട് ഒരു പൂർണ്ണമാകാറില്ല. സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓരോ റേഷൻ കടകളിലും സമയത്തിന് ഭക്ഷ്യധാന്യങ്ങൾ വരാത്തത് മൂലം ഒരുപാട് പ്രതിസന്ധികൾ റേഷൻ വ്യാപാരികൾ വരുന്നുണ്ട്. ഈ പോസ്റ്റ് മെഷീന്റെ പ്രവർത്തനവും ഇപ്പോൾ സ്വന്തമായിട്ട് തന്നെ റേഷൻ കടകളിലെ കടക്കാര് വൈഫൈ സ്വന്തമായി ഉപയോഗിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. നെറ്റ്വർക്ക് പോലും സമയത്തിന് കിട്ടുന്നില്ല, സമയത്തിന് ഭക്ഷ്യധാന്യങ്ങൾ കിട്ടുന്നില്ല. അത് തന്നെ മാസത്തിന്റെ അവസാനം 28-ാം തീയതി കൊണ്ടുവന്ന് 2 ദിവസം കൊണ്ട് ഇത്രയും വലിയ റേഷൻ കടയിൽ ഒരു 10, 400, 500, 1000 ഉള്ള ഗുണഭോക്താക്കളുള്ള റേഷൻ കടയിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ എങ്ങനെ വിതരണം ചെയ്യും? അതിന് മാനസിക സമ്മർദ്ദം. സമയത്തിന് കമ്മീഷനോ മറ്റു ആനുകൂല്യങ്ങളോ കൊടുക്കുന്നില്ല. റേഷൻ വിതരണം ചെയ്യേണ്ട കരാറുകാര് അവിടെ രാഷ്ട്രീയ മാത്രം നോക്കിക്കൊണ്ട് പല റേഷൻ കടകളിൽ കിട്ടുന്നു, പല റേഷൻ കടകളിൽ കിട്ടുന്നില്ല. അപ്പൊ ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടുന്നില്ല. അപ്പോ അത് ശരിയായ ഒരു നടപടിയല്ല. സാധാരണ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷയുടെ ഭാഗമായിട്ട് എല്ലാവർക്കും അവകാശപ്പെട്ട ഒരു കാര്യം അത് വിതരണം ചെയ്യുക എന്നുള്ളത്, അതിലൊരു വിവേചനം അധികാരികൾ കാണിക്കേണ്ടത് കാര്യമില്ല. കരാറെടുത്തവര് പലവരും കാശുള്ളവരാകാം, രാഷ്ട്രീയത്തിൽ ഉൾപ്പെട്ടവരാകാം. എന്നാൽ കരാറ് പണി മാറ്റിവെച്ചുകൊണ്ട് അടുത്ത ആൾക്ക് കരാറ് കൊടുക്കാനുള്ള തീരുമാനം ഉണ്ടാവണം. സാധാരണ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടല്ലല്ലോ ഇതിൽ നടക്കുന്നത്. പ്രശ്നങ്ങളും ഉണ്ടായി രൂക്ഷതയേറിയിട്ടാണ് ഇന്ന് ഇത്രയും വർഷത്തിനിടയിൽ പങ്കജാശേട്ടനും നൗഷാദേട്ടനും ഇന്ന് ഈ സമരമുഖത്തേക്ക് എത്തിപ്പെട്ടത്. ഇനിയും അധികാരികളുടെ കണ്ണു തുറന്നുകൊണ്ട് റേഷൻ കടയിലെ ഭക്ഷ്യധാന്യങ്ങൾ സമയത്തിന് വിതരണം ചെയ്യാനും ഇവർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും
സമയത്തിന് ചെയ്തു കൊടുക്കാൻ ഗവൺമെന്റിന്റെ കണ്ണു തുറക്കട്ടെ എന്ന് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വെളിവാക്കൽ ഉപസംഹരിക്കുന്നു. നമ്മളെ കഴിഞ്ഞ ജനുവരിയിലെ റേഷൻ വിതരണം 31-ാം തീയതി ആയിട്ടും നമ്മുടെ റേഷൻ കടയിലും വന്നിട്ടില്ല. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് 4-ാം തീയതി വരെ ഡേറ്റ് ഉള്ളൂ. ഇവിടെയുള്ള ആളുകൾക്ക് റേഷൻ 450 കാർഡുകളുണ്ട്, അതിൽ പകുതി പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ സ്ഥിരമായിട്ട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 6 മാസമായിട്ട് ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് 15-ാം തീയതിക്കകം റേഷൻ കടയിൽ അരി വിതരണം നടത്തണം എന്നാണ് ആവശ്യപ്പെടാനുള്ളത്. അത് നടത്താത്തതുകൊണ്ടാണ് ഈ നിരാഹാരം. ഇന്നലെ 31-ാം തീയതി ആയിട്ട് അരി വന്നിട്ടില്ല. അപ്പൊ നമ്മൾ ഇവിടെ അനിശ്ചിതകാലമായിട്ട് നിരാഹാരം കിടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കരാറുകാരന്റെ ഒരു മുഷ്ടി കാരണം അത് ഇങ്ങനെ 10 വണ്ടി ഉണ്ടെങ്കിൽ ഇവിടെ അടിച്ച് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ. അയാൾ 3 വണ്ടി ഇട്ടിട്ട് അടിക്കണേ. അതുപോലെ അത് പ്രധാനപ്പെട്ട അയാൾക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് കടകൾക്ക് ഈ കടയിൽ കൊടുക്കും, അടുത്ത കടയിൽ കൊടുക്കില്ല. അപ്പൊ ആളുകൾ വന്ന് ബഹളം കൂട്ടുന്ന ഒരു ഘട്ടമാണുള്ളത്. നിയന്ത്രിക്കാനായിട്ട് ആരുമില്ല. അപ്പൊ മന്ത്രിനെ തെറ്റിദ്ധരിച്ചിട്ട് അവിടെ റേഷൻ കടയിൽ അരി വന്നു എന്നൊക്കെ പറഞ്ഞ ആളത് പറയും. ഇവിടെ ആളുകൾ വന്ന് നമ്മളായിട്ട് വഴക്കിട്ട് പോകും. നമ്മളൊരു സേവനം എന്നുള്ള നിലയ്ക്കാണ് ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വരുമാനമൊക്കെ കുറവാണ്. അതും നടപ്പിലാക്കാൻ വേണ്ടി വേറെ സമരങ്ങൾ നടക്കുന്നുണ്ട്. അതൊന്നും നടപ്പിലാവണില്ല. അതോടൊപ്പം ഇത് റേഷനരിയും കുറ്റമറ്റതാക്കണം എന്നാണ് പറയാനുള്ളത്. സംഘടനയും അതിൻ്റെ ഇതോടുകൂടിയാണ്. ഞങ്ങളുടെ ഏറ്റവും വലിയ സംഘടനയാണ്. 14,000 റേഷൻ കടയിൽ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. അവര് പങ്കെടുക്കുന്നുണ്ട്, പോളേടുന്നുണ്ട്. ഒരു 6 മാസക്കാലമായിട്ടാണ് ഈ പരിപാടി ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അതിനു മുന്നേ കുറ്റമറ്റ രീതിയിലായിരുന്നു ഇതിന്റെ വിതരണങ്ങൾ നടന്നിരുന്നത്. അത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലായിരുന്നു. 13 പഞ്ചായത്ത് ഒരു മുനിസിപ്പാലിറ്റിയാണ് നമ്മുടെ ചാലക്കുടി താലൂക്കിലുള്ളത്. അതിൽ കൃത്യമായിട്ട് ഓരോ പഞ്ചായത്തിലെ അരി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ സംഘടന ആവശ്യപ്പെട്ടിരുന്നതെന്ന് വെച്ചാൽ ഹിൽ ഏരിയയിലേക്ക് ആദ്യം കൊടുക്കുക. മല ഏരിയയിലേക്ക് കാടന്മാരും മറ്റുള്ളവരും ഉള്ളത് കൊണ്ട് അവർക്ക് ആദ്യം അരി കൊടുക്കണമെന്നാണ് നമ്മൾ ഇന്നും ആവശ്യപ്പെടുന്നതും ഇതിനു മുന്നും ആവശ്യപ്പെട്ടത്. അത് പ്രകാരം ഈ 6 മാസം മുന്നേ വരെ അങ്ങനെ കൊടുത്തിരുന്നു. ഇന്ന് ഇപ്പോൾ ഒരു 6 മാസമായിട്ടാണ് ഇത് തകിടം മറിഞ്ഞത്. അത് കരാറുകാരൻ്റെ അനാസ്ഥയാണ്, അല്ലാണ്ട് ഒരു റേഷൻ പീഡിയക്കാരൻ്റെ ആരുടെയും കുറ്റമല്ല. കരാറുകാരൻ ആവശ്യത്തിന് വണ്ടി ഇടാറില്ല. കരാറുകാരനെ നിയന്ത്രിക്കാൻ ഇപ്പം ആരുമില്ല. ഇന്നലെ തിരിഞ്ഞ് അരി വിതരണം നടത്തിയില്ല. അതിൻ്റെ അഭാവത്തിലാണ് ചാലക്കുടിയിൽ 17 കടകൾക്ക് അരി കിട്ടാണ്ടിരുന്നത്. ഈ ഗോഡൗണിൻ്റെ ഒരു സൈഡിൽ മൂന്നൂരും താലൂക്കിൻ്റെ അരി ചെയ്യുന്നുണ്ട്. അവർക്ക് 18 കടകൾക്കും അരി ഇന്നലെ ചെയ്തില്ല. അവരും പണിമുടക്കത്തിലായിരുന്നു. ഇത് രണ്ടും ഈ കരാറുകാരൻ്റെ പ്രശ്നം കൊണ്ടാണ് ഇത് കംപ്ലീറ്റ് ഇന്ന് ഈ 6 മാസക്കാലമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കരാറുകാരനെ ഒഴിവാക്കി വേറൊരു കരാറുകാരന് ഗവൺമെൻറ് ഇതിൻ്റെ ഇത് കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതല്ലെങ്കിൽ ഈ കരാറുകാരൻ്റെ പേരിൽ നടപടിയെടുക്കണം. എന്തുകൊണ്ട് ഇത് പൂർത്തീകരിക്കുന്നില്ല? എല്ലാ മാസം 15-ാം തീയതിക്കുള്ളിലായി വിതരണം നടത്തണം എന്നുള്ളതാണ് സംഘടനയുടെ ആവശ്യം. HRR ആവശ്യപ്പെടുന്നത്.